ഓം നമ ശിവായ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ അമ്പലങ്ങളിൽ ഒന്നായ എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം 7-നും 8-നും ഇടയിൽ ഉള്ള ആ ഒരു ശുഭമുഹൂർത്തമാണ് ഇവിടെ കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ സമയമായി പറഞ്ഞിരുന്നത്. ഒരു 6:30 കഴിഞ്ഞു ഞങ്ങളിവിടെ അമ്പലത്തിലെത്തിയപ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തർ ഭഗവാന്റെ അനുഗ്രഹം തേടി ഈ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ഒപ്പം തന്നെ ഉത്സവത്തിൻ്റെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റം മഹോത്സവ ദൃശ്യങ്ങളിലേക്കും സന്ധ്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും. ഭഗവാൻ മഹാദേവൻ്റെയും ദേവി പാർവതിയുടെയും അനുഗ്രഹം ഭക്തജനങ്ങൾക്ക് വാരിച്ചൊരിയുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ സുബ്രഹ്മണ്യ ഭഗവാനും ഹനുമാൻ സ്വാമിക്കും അയ്യപ്പ സ്വാമിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളും ഉണ്ട്. തിരു ഉത്സവം സംബന്ധിച്ചുള്ള അലങ്കാരങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ഇന്നിവിടെയുള്ളത്. മേളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന സുന്ദരമായ ദൃശ്യം ഞാൻ എത്തിക്കുന്നു നിങ്ങളെല്ലാവരിലേക്കും. ഭഗവാന്റെ മുന്നിൽ ഞാനും ശിരസ് നമിക്കുന്നു. ഇത് ഭഗവാന്റെ കൊടിമരത്തിൻ്റെ ഭാഗമാണ്. ഈ കാണുന്നതാണ് കൊടിമരം. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് എല്ലാ തരത്തിലുള്ള പറകൾക്കും ഉള്ള എല്ലാ സംവിധാനവും സജ്ജമാക്കിയിരിക്കുകയാണ്. അതുപോലെ കാഴ്ചദ്രവ്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഈ ഒരു അനുഭൂതി ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും കൊടിയേറ്റം ഒന്ന് കാണുവാൻ ഭക്തി നിർഭരമായി കാത്തു നിൽക്കുന്നു. എല്ലാ തരം പറകളും ഭഗവാന് സമർപ്പിക്കാൻ ഇവിടെ ലഭ്യമാണ്. ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന കാഴ്ചക്കുലകളും കാഴ്ചദ്രവ്യങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അതുപോലെ പ്രകൃതിയും അതിനായി കാത്തിരിക്കുന്നു. ഞാനും എല്ലാ ഭക്തജനങ്ങളെയും പോലെ കൊടിയേറ്റം ഒന്ന് കൺകുളിർക്കെ കാണുവാൻ ഭഗവാനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഇവിടെ കാത്തിരിക്കുന്നു. ഭഗവാൻ മഹാദേവൻ്റെയും ദേവി പാർവതിയുടെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ഭക്തിഗാനങ്ങൾ നിർഗളമായി ഈ വേദിയിൽ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നു. അതാസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും ഭഗവാനെ മനസ്സാ സ്മരിച്ച് ആ ഒരു അമൂല്യ നിമിഷത്തിനായി ഇവിടെ കാത്തിരിക്കുന്നു. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പ്രായമായ ആളുകളെന്നോ ഒന്നുമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഭഗവാന്റെ ഈ ഒരു തിരുസന്നിധിയിലുള്ള കൊടിയേറ്റം മഹോത്സവത്തിൻ്റെ ആ ഒരു നിമിഷം ആസ്വദിക്കാൻ, കണ്ണിറയെ കാണുവാൻ. ഭഗവാന്റെ നാമങ്ങളും അതേപോലെ തന്നെ ഭക്തിഗാനങ്ങളും ഇവിടെ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾക്ക് ഒരുപാട് നമ്മുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന ആ ഒരു ഭക്തിഗാനങ്ങളാണ്. അതെനിക്ക് ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കൊടിമരം ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഭക്തിസാന്ദ്രമായി അങ്ങനെ നിൽക്കുന്നു. ഭക്തരെല്ലാം കൊടിമരത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. എപ്പോഴാണ് ആ ഒരു അമൂല്യമായ ഒരു നിമിഷം, ഇവിടുത്തെ കൊടിയേറ്റത്തിൻ്റെ ആ ഒരു നിമിഷം അത് കാണുവാനായി എല്ലാവരും ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതിനൊപ്പം തന്നെ കൊടിമരത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്.
ആ ഒരു അമൂല്യമായ നിമിഷം, ഭഗവാന്റെ തിരു ഉത്സവത്തിന്റെ കൊടി കയറുന്ന ആ ഒരു നിമിഷം ആസ്വദിക്കാൻ ഇവിടെ ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെയാണ്. എല്ലാവരും ഈ ഒരു ധന്യ മുഹൂർത്തത്തിനായി ഇവിടെ കാത്തിരിക്കുന്നു. 7 മണിക്കും 8 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തമാണ് കൊടിയേറ്റ മഹോത്സവത്തിന് പറഞ്ഞിരുന്നതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ 8:20 കൊടിയേറ്റം നടന്നത്. ആ ശുഭമുഹൂർത്തമാണ് ഈ നടക്കുന്നത്. ഭഗവാന്റെ സന്നിധിയിലുള്ള കൊടിമരത്തിൽ ആ കൊടിയേറ്റ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭഗവാനെ മനസ്സാസ്മരിച്ച് ആ ഒരു അനുഗ്രഹത്തിനായി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ഒരു അമൂല്യമായ ആ ഒരു നിമിഷം ഇവിടെ സമാപിച്ചിരിക്കുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഏവരും കണ്ടത്. ഇനിയുള്ളത് അടുത്ത ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 9 കൊടിയിറക്കം. അതുവരെയുള്ള 7 ദിവസങ്ങളിൽ ഇവിടെ തിരു ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊടിയേറ്റം നമ്മൾ കണ്ടാൽ കൊടിയിറക്കവും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച, അതായത് ഫെബ്രുവരി 9 ഇവിടെ വന്ന് ഭഗവാന്റെ സന്നിധിയിലിരുന്ന് ഈ കൊടിയിറക്കവും ഞാൻ തീർച്ചയായിട്ടും കണ്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിലേക്കും ഞാൻ എത്തിക്കും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ മുന്നിൽ ഞാനും ശിരസാ നമിക്കുന്നു. ഓം നമഃ ശിവായ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.